ഇനി നമുക്ക് കാസർകോട്ടേക്കാണ് പോവേണ്ടത്. അവിടെ യൂട്യൂബർ ഖാദർ കരിപ്പൊടിയുടെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടുണ്ട്. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയാണ് ജാമ്യാപേക്ഷ തള്ളിയത്. പ്രതി സ്ഥിരം കുറ്റവാളി എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കോടതിയുടെ ഈ നടപടി. കാസർഗോഡ് പോലീസ് രജിസ്റ്റർ ചെയ്ത വധശ്രമ കേസിൽ ഖാദർ കരിപ്പൊടി നിലവിൽ ഒളിവിലാണുള്ളത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുണ, സംഭവങ്ങൾ നമുക്ക് ഓർമ്മയിലുണ്ട്. കോടതിയിൽ നിന്ന് ഇപ്പോൾ തിരിച്ചടി നേരിടുകയാണ്. കോടതിയുടെ നിരീക്ഷണങ്ങൾ എന്താണ് എന്നുള്ളത് പറയണം. അതോടൊപ്പം പ്രധാനപ്പെട്ട CCTV ദൃശ്യങ്ങളൊക്കെ പുറത്തു വന്നതാണ്. ഒളിവിലിരുന്ന ഇയാൾ ആരാണോ ഈ ആരോപണം ഉന്നയിച്ചിരിക്കുന്ന അയാൾക്കെതിരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് വീഡിയോ ചെയ്തൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നിട്ട് ഇത്ര ദിവസങ്ങൾ കഴിഞ്ഞു, എന്തുകൊണ്ടാണ് പോലീസിന് ഈ ഖാദർ കരിപ്പൊടിയെ പിടികൂടാൻ സാധിക്കാത്തത്? ഷിഹാസ്, ഗൾഫിലുണ്ടായിരുന്ന ഒരു സാമ്പത്തിക തർക്കത്തെ തുടർന്നാണ് ക്രൂരമായിട്ടുള്ള മർദ്ദനം. പള്ളിക്കര സ്വദേശിയായിട്ടുള്ള ഒരു യുവാവിനെയാണ് ഖാദർ കരിപ്പൊടിയും സംഘവും ക്രൂരമായി മർദ്ദിച്ചത്. ഷിഹാസ് സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അത് പോലീസ് ശേഖരിക്കുകയും ചെയ്തിരുന്നു. കേസെടുത്തിട്ട് ഇപ്പോൾ 3 ആഴ്ച പിന്നിടുകയാണ്. ഇതുവരെ പോലീസിന് ഖാദർ കരിപ്പൊടിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. ഒളിവിലിരിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഈ പരാതിക്കാരനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ ഈ വാർത്ത നൽകിയിട്ടുള്ള മാധ്യമങ്ങളെ ഉൾപ്പെടെ പറഞ്ഞുകൊണ്ടുള്ള ഖാദർ കരിപ്പൊടിയുടെ വീഡിയോ ഒക്കെ പുറത്തു വരികയും ചെയ്തിരുന്നു. എന്തായാലും പോലീസ് പറയുന്നത് ഇയാൾ സംസ്ഥാനം വിട്ടു മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ ഖാദർ കരിപ്പൊടിയെ പിടികൂടാൻ സാധിച്ചിട്ടില്ല എന്നതാണ് പോലീസ് പറയുന്നത്. അതിനിടെയാണ് ഖാദർ കരിപ്പൊടി മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിലാണ് ഈ ജാമ്യാപേക്ഷ നൽകിയത്. അതിൽ ഇന്ന് ഒരു വിധി വന്നിരിക്കുകയാണ്. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടാണ് ജില്ലാ സെഷൻസ് കോടതിയുടെ ഉത്തരവ് വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായും കോടതി പറയുന്നത് സ്ഥിരം കുറ്റവാളിയാണ്, അതുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകാൻ കഴിയില്ല എന്നതാണ്. നേരത്തെ പുറത്തുവന്ന വിവരമനുസരിച്ച് 10ഓളം കേസുകൾ, അതായത് കാസർഗോഡ് ടൗൺ സ്റ്റേഷനിൽ ഉൾപ്പെടെ 10ഓളം കേസുകൾ, പോലീസിനെ ആക്രമിച്ചത് ഉൾപ്പെടെയുള്ള കേസുകളിൽ പ്രതിയാണ് ഖാദർ കരിപ്പൊടി. അതും സ്ഥിരം കുറ്റവാളിയായിട്ടുള്ള ഖാദർ കരിപ്പൊടിക്ക് മുൻകൂർ ജാമ്യാപേക്ഷ നൽകാൻ കഴിയില്ല എന്ന് തന്നെയാണ് കോടതി നിരീക്ഷിച്ചിട്ടുള്ളത്. എന്തായാലും മുൻകൂർ ജാമ്യം തേടി ഖാദർ കരിപ്പൊടി ഹൈക്കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും പോലീസ് ഇനി ഖാദർ കരിപ്പൊടിയിലേക്ക് എത്തുമോ എന്നതാണ് ഇനി അറിയേണ്ടത്. ഇനിയെങ്കിലും എത്തണം അരുൺ. എന്താണെങ്കിലും ഈ നിരവധി കേസുകളിൽ പ്രതിയായിട്ടുള്ള ഖാദർ കരിപ്പൊടിയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്രയധികം ദിവസങ്ങൾ കേരള പോലീസിനെയൊക്കെ പറ്റിച്ചവരെ വട്ടം കറക്കി ഒളിവിലിരിക്കാൻ സാധിക്കും എന്ന് തെളിയിക്കുന്നത് കേരള പോലീസിന് ആകെ നാണക്കേടാണ്.